പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്റെ കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രഭാതത്തിൽ പ്രഭാത വന്ദനം ചെയ്യുന്നു. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഈ മാർച്ച് മാസം 3-ാം തീയതി ഈ പ്രഭാതത്തിൽ പ്രഭാത മന്യമായിട്ട് നടക്കിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച അവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ 2-ാം വാക്യമാണ്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവിടെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇതിന് തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സഭയെ നയിക്കുക. ദൈവത്തിന്റെ സഭയെ നയിക്കുക. ഒരു നായകൻ ഇല്ലാതെ ഒരു സഭയെയും നയിക്കുവാൻ, ഒരു വ്യക്തിയെയും നയിക്കുവാൻ, ഒരു സംഘടനയെ നയിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ സത്യദൈവത്തിന്റെ സത്യസഭയെ നയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവാം ദൈവമാണ് സത്യസഭയെ നയിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുക ഇല്ല എന്ന്. സ്തോത്രം. അതെ, 1-ാം നൂറ്റാണ്ട് മുതൽ ഈ 2024 മാർച്ച് 3 ഈ ദിവസം വരെയും കർത്താവ് തന്റെ സഭയെ പണിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഇനിയും പണിയും. കർത്താവ് യേശു ക്രിസ്തുവിന്റെ 2-ാം വരവരെയും കർത്താവിന്റെ സഭയെ, കർത്താവ് രക്തം നൽകി വീണ്ടെടുത്ത ദൈവത്തിന്റെ സഭയെ കർത്താവ് തന്നെ പണിയുവാൻ ഇടയായി തീരും. ഏതെല്ലാം പാതാള ഗോപുരങ്ങൾ അതിനെതിരായിട്ട് എഴുന്നേറ്റാലും സ്വർഗത്തിലെ ദൈവം തന്റെ സഭയെ പണിയുവാൻ ഇടയായി തീരും. ആ സഭയെ നയിക്കുന്നത് ഒരു മനുഷ്യനല്ല, പിന്നെയോ സഭയെ നയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവാം ദൈവമാണ് ദൈവ സഭയെ നയിക്കുന്നത്. സ്തോത്രം. ഇവിടെ അതേ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുരേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൻ, സൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവരെ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവിടെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവര് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവിടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവര് സെലൂക്കയിലേക്ക് ചെന്നു അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. നമ്മുടെ ആധാരവാക്യം 2-ാം വാക്യമാണല്ലോ. ആ 2-ാം വാക്യത്തില് ഇപ്രകാരം വായിച്ചത്, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവിടെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് ആര് പറഞ്ഞു? മനുഷ്യനല്ല, പിന്നെയോ പരിശുദ്ധാത്മാവാം ദൈവം പറയുകയുണ്ടായി. സ്തോത്രം. ദൈവത്തിന്റെ വേലക്കായിട്ട് പരിശുദ്ധാത്മാവാം ദൈവം തന്റെ അഭിഷിക്തരെ വിളിച്ച് വേർതിരിക്കുന്നു. സ്തോത്രം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ, ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, എങ്കിലും എന്റെ ജനനം മുതൽ, അതേ അമ്മയുടെ
ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ആ കുഞ്ഞ് ജനിച്ച് വളർന്ന് എന്താകണം എന്ന ആ കുഞ്ഞിനെ നിർമ്മിച്ച സൃഷ്ടാവായ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ തകർക്കുവാൻ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കോ ഒരു ദുഷ്ടശക്തികൾക്കോ ഒരു അന്ധകാര ശക്തികൾക്കോ അത് കഴിയുകയില്ല. സ്തോത്രം. അപ്പോൾ നാം ഉരുവാകുന്ന മുമ്പേ നമ്മെ കുറിച്ചുള്ള നിരൂപണം എന്തായിരുന്നു എന്ന് സൃഷ്ടാവായ ദൈവത്തിന് അറിയാമായിരുന്നു. സ്തോത്രം. 2 തിമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 11 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, ആ സുവിശേഷത്തിന്. ഏത് സുവിശേഷം? രാജ്യത്തിന്റെ സുവിശേഷം. ഇന്ന് ഈ ലോകത്തിൽ പല സുവിശേഷങ്ങൾ ഉണ്ട്. പക്ഷേങ്കിൽ സത്യദൈവത്തിന്റെ സുവിശേഷം ഒന്നേ ഉള്ളൂ, രാജ്യത്തിന്റെ സുവിശേഷം. ആ സുവിശേഷം ഭൂലോകത്തെമ്പാടും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവും ആയി നിയമിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം: കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ആരെ കുറിച്ചാണ് പറയുന്നത്? വിശുദ്ധ പൗലോസിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്. സ്തോത്രം. ആമേൻ. കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്ക് രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആകുന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തില് ഇപ്രകാരം വായിക്കുന്നു: ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. നമുക്കറിയാം, ഷണ്ടൻ എല്ലാ വർഷവും യെരൂശലേം ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തനായിരുന്നു. ആര്? ഷണ്ടൻ. ആമേൻ. അപ്രകാരം ഒരു വർഷം യെരൂശലേമിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് തേരിൽ മടങ്ങിപ്പോകുമ്പോൾ ദൈവദാസനായ ഫിലിപ്പോസിനോട് ദൈവം പറയുകയാണ്. എന്ത് പറയുന്നു? ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫിലിപ്പോസ് ചേരിനോട് ചേർന്ന് നടക്കുമ്പോൾ ഈ ഷണ്ടൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് വായിക്കുകയാണ്. അറക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോകുന്നു. രോമം കത്തിരിക്കുന്ന മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു. ഈ ഭാഗം വായിച്ചപ്പോൾ അവൻ ഷണ്ടനോട് ഫിലിപ്പോസ് ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഷണ്ടൻ പറയുകയാണ്, ഒരുവൻ പൊരുൾ തിരിച്ചു തരാതിരിക്കയാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? ഉടനെ ചേർന്നിർത്തി ഷണ്ടൻ ഫിലിപ്പോസിനെ തന്നോടൊപ്പം ഇരുത്തുവാൻ ഇടയായി തീർന്നു. ഫിലിപ്പോസ് ഷണ്ടനോട് രാജ്യത്തിന്റെ സുവിശേഷം പറയുവാൻ ഇടയായി തീർന്നു. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഷണ്ടൻ പറയുകയാണ്, അതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് ചോദിച്ചു. ഉടനെ ഫിലിപ്പോസ് പറയുകയാണ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു. ഉടനെ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. തേർ നിർത്തി ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി ഫിലിപ്പോസ് ഷണ്ടനെ സ്നാനപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ ദൈവസഭയിലേക്ക് ഒരു വ്യക്തി കടന്നു വരണമെങ്കിൽ എന്ത് ചെയ്യണം? പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പനയാകുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. അങ്ങനെയുള്ളവരെയാണ് പരിശുദ്ധാത്മാവാൻ ദൈവം ദൈവസഭയിലേക്ക് ചേർത്തുകൊണ്ട് ഇരിക്കുന്നു. സ്തോത്രം. അപ്രകാരം അവരുടെ 10 കൽപ്പനയും അനുസരിക്കണം. 4-ാം കൽപ്പനയാകുന്ന വിശുദ്ധ നാളിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാകണം. സ്തോത്രം.
അതിനായിട്ട് ആരെങ്കിലും അപ്രകാരം സത്യസഭയുടെ അംഗമായിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സത്യസഭയുടെ അംഗമായി തീരാം. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും തന്റെ സഭയെ ചേർക്കുവാൻ കടന്നു വരുമ്പോൾ നമുക്കും സ്തോത്രം അത് യേശുവിനോട് കൂടെ എടുക്കപ്പെടുവാൻ റെഡിയായി തീരട്ടെ. അതിനായിട്ട് സർവശക്തനായ ദൈവം എന്നെ കേൾക്കാരെ സഹായിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകാല ഇന്ന് ജന്മനാള് ഓർക്കുന്ന പാസ്റ്റർ ജെയിംസ് തോമസ് വെട്ടിപ്പുറം, റെജി വിജി കുമ്പളാംപൊയ്ക, അതുപോലെ ലിനോ സാൻ കുറ്റപ്പുഴ, ഈ പ്രിയപ്പെട്ടവരെയും ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കർത്താവേ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരെങ്കിലും സത്യസഭയുടെ കർത്താവിന്റെ അംഗങ്ങൾ ആയിരിക്കുന്നില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം അതേ കർത്താവേ അവരോട് ദൈവം വാസ്തവമായിട്ട് ഇടപെട്ട് ദൈവത്തിന്റെ ആത്മാവ് അവരോട് ഇടപെട്ട് കർത്താവേ ഈ സത്യസഭയുടെ അംഗമായി അവരും തീരുവാൻ കർത്താവ് സഹായിക്കണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മാനവും സകല മഹത്വവും സകല പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെയും ആമേൻ. സർവശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഒരു നല്ല ദിവസം നേരുന്നു. ആമേൻ.